നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ടാ, അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല. അണ്ണൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോൾ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ? ഇനിയാവൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ. കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനേക്കാൾ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിനിട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലോടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ, അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാന്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ, പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷെ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ് സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചോളം. ഓടിക്കോളിയാ. അതിന് ഹ്യൂമറത്തിന് ഓടി. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കണം. വിജയ് അണ്ണൻ കീ ജയ്. വിജയ് നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി തള്ളാ സാറേ. ഫാൻസുകാര് പിള്ളേരാ, ആകെ നാണക്കേടായി ഇല്ലേ മുതലാളി? ഇവിടെ വേദന ഓ പിന്നെ വേദന കാണാതിരിക്കോ ഡോക്ടറെ? അമ്മാതിരി ഇടിയല്ലേ അമ്മ ഇടിച്ചത്. നെഞ്ചൊക്കെ ഇടിച്ച് കലക്കി കാണും, അതെനിക്ക് ഉറപ്പാ. ഞാൻ മിണ്ടുന്നില്ലേ? ഇപ്പൊ ഇടിക്കാൻ പറ്റിയ സമയം അല്ലേ? തൽക്കാലം ഇതിന്റെ പേരൊരു കലിപ്പ് വേണ്ട. വേണ്ടാത്ത പുലിവാല പിടിക്കാൻ സമയമില്ല. ഇപ്പൊ വിട്ടടാ. അപ്പൊ പിന്നെ പിടിക്കാന്ന്. പിന്നെ പിടിച്ചാ മതി, പിടിക്കണമല്ലോ. സാറേ, സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ, യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോ പണ്ടല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ 2 പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ, അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. മിണ്ടാരടാ, ചലക്കനാ. ഇവളടുത്തും ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത്? സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ? ശരി സാറേ. എന്തുവാണ് സൈമായി? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം കൂടെ തന്നെ കിടന്നു സാറേ. ഇവനെ ഒന്നും വിടണ്ട. അല്ലേലും വിടുന്നില്ല. ഓക്കെ ഓക്കെ. നീ എന്തിനാ തള്ളേ കയറി? ഞാനൊന്നും ചെയ്തില്ല, അവർ ചുമ്മാ കള്ളം പറയാ. സാർ നീ പിടിച്ചില്ല. ചുമ്മാ പറയോ? സാറേ ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാറേ, അയാൾ ചുമ്മാ പറയോ? സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. പഴുപ്പ് തീർക്കും പ്രായം നോക്കണം. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ നടക്കടാ. സത്യ, എന്താണ് കണ്ടോണ്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ. അർജുനൻ മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് സാർ. ഇടിയുണ്ടാവും ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് 2 കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ? എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോകും സാറേ. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം.
അയാളുടെ പേരിന്റെ തുടക്കം ACPKF. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണ്. അതെ, ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്നൊരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസ്സോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ച മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സൈമ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. ശരി. സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനൊന്ന് കാണാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയ് എടുത്ത് ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടായി CA സാറിനോട് പറയണ്ട. ഡേ എന്തുകൊണ്ട് സോ തന്നെ എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം. എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി വല്ല കണ്ട? ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ആ കറുത്ത മുട്ടയിലേക്ക്. അധികമർത്തണ്ട, അത് പൊട്ടിപ്പോ. എടാ ഇതൊക്കെ ഒറിജിനലാണോ? ഏയ് ഫോട്ടോഷോപ്പ് സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ അത്. ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേര് സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അതവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹനിയാണ്, മരണം. ആരുടെ മസൂറ തയ്യാറാക്കിയത്? ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം ശരിയാ. തൊണ്ടികൊല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തനെ ജീവനോടെ കത്തിച്ച ആരും ഒന്നും അറിയാതിരിക്കാനാ. ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ താനിക്കോണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. ഇയാൾക്ക് എന്താ കാര്യം? അയപ്പൂടെ അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി.